സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ വീണ്ടും ഇസ്രായേൽ ഇറാന് നേർക്ക് നടത്തിയ ആക്രമണവും ഇറാൻ്റെ പ്രതിരോധവും അതേ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്ക നേരത്തെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഇസ്രായേൽ ആക്രമിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ആക്രമണത്തിന് പിന്നിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഇപ്പോൾ നേരിട്ട് ഇടപെടാൻ ഒരുങ്ങുന്നു എന്നാണ് അവസാനം വരുന്ന സൂചനകൾ. G7 ഉച്ചകോടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് മടങ്ങി അമേരിക്കയിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ട്രംപ് ഇറാൻ ഉടൻ കീഴടങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ പോർവിമാനങ്ങളെ അമേരിക്ക അയക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇതിലേക്ക് നേരിട്ടിടപെടാൻ, ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണോ എന്നുള്ള അഭ്യൂഹമാണ് ഉയരുന്നത്. അതേസമയം ഇപ്പുറത്ത് ഇസ്രായേൽ സദ്ദാം ഹുസൈൻ്റെ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ഇറാനോട് പറയുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിക്ക് വീണ്ടും മുന്നറിയിപ്പ് കൊടുക്കുന്നു. സംഘർഷം കുറെ കൂടെ അധികരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. റിസാല അപ്ഡേറ്റിൻ്റെ പ്രേക്ഷകർക്ക് അദ്ദേഹം സുപരിചിതനാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ എങ്ങനെ കണക്കാക്കണം? അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന് നമ്മൾ കാണണോ? ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന പ്രതീതിയാണ് ജനിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കാര്യമായ വ്യത്യാസമാണ് അമേരിക്കയുടെ നിലപാടിൽ വന്നത്. കുറച്ചുകൂടി വ്യക്തത വരികയാണ്. 5 ദിവസം മുൻപ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് എടുത്ത ഒരു നിലപാട്, ആ നിലപാടനുസരിച്ച് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണ് ഇറാനെതിരെ, ഞങ്ങളുടെ അനുഗ്രഹാശിസകളോ സമ്മതമോ അനുവാദമോ അറിവോ ഇല്ലാതെ ഇസ്രായേൽ ഏകപക്ഷീയമായി ചെയ്തൊരു കാര്യമാണ്, ഇസ്രായേലിന്റെ സുരക്ഷാ പാരഡൈമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന നിലപാടിൽ നിന്നും ഘട്ടം ഘട്ടമായി അമേരിക്ക പിന്നാക്കം പോവുകയും ഇപ്പോൾ ഇതാ ഒരു റെജീം ചേഞ്ച്, അത് ഇസ്രായേലിന്റെ ആവശ്യമാണ്, അതിന് അനുകൂലമാകുന്ന രീതിയിൽ ഇറാന്റെ ഭരണകൂടം, ആയത്തുള്ള അലി ഖമേനി നയിക്കുന്ന ഭരണകൂടം മാറിയെങ്കിൽ മാത്രമേ പരിഹാരമുണ്ടാകൂ എന്ന് ഇസ്രായേലിന്റെ അതേ സ്വരത്തിൽ അമേരിക്ക ഏറ്റുപറയുന്ന ഒരു രംഗമാണ്. പലപ്പോഴും നമ്മൾ ഡൊണാൾഡ് ട്രംപ് പറയുന്ന പല കാര്യങ്ങളും ഹരിച്ച് ഗുണിച്ച് കിടിച്ച് കൂട്ടിയൊക്കെ നോക്കിയാൽ മാത്രമേ അതിന്റെ പൊരുൾ മനസ്സിലാകൂ. ട്രംപിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഒരു കാര്യം കയറ്റി അങ്ങോട്ട് പറയും, പിന്നീട് അത് മാറ്റി പറയും. വ്യാപാര കാര്യങ്ങളിൽ നമ്മളത് കണ്ടതാണ്. ടാരിഫ് നയത്തിന്റെ കാര്യത്തിൽ ആ ഒരു മലക്ക മറച്ചിലുകൾ ഏറെ കണ്ടതാണ്. അതുകൊണ്ട് ട്രംപ് എന്ത് പറയുന്നു എന്നതല്ല, മറിച്ച് അമേരിക്ക യഥാർത്ഥത്തിൽ എന്ത് നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് പ്രധാനം. ഇവിടെ അമേരിക്ക നടത്തുന്ന 2-3 നിർണായക നീക്കങ്ങൾ ശ്രീ രാജീവ് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഒന്ന്, അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ 2 എണ്ണം, ഒന്ന് USS കാൾസൺ, 2 USS നിമിറ്റ്സ്, ഇത് രണ്ടും തന്നെ മധ്യ പൗരസ്ത്യ പ്രദേശത്തിനടുത്തുള്ള കടലുകളിലേക്ക് വരികയാണ്. പേർഷ്യൻ ഗൾഫിൽ ഓൾറെഡി USS കാൾസൺ ഉണ്ട് എന്നോർക്കുന്നു. ഈ 2 പടക്കപ്പലുകളെയും അങ്ങോട്ട് വരുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ നാവികസേനയുടെ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണം തീർച്ചയായും ഇമ്മിനന്റ് ആണ് എന്നൊരു പ്രതീതി ജനിക്കുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അമേരിക്കൻ വിമാനങ്ങൾ കൂടുതലായി ആ ഭാഗത്തേക്ക് അയക്കുന്നു. ഓൾറെഡി അമേരിക്കയുടേതായ 50,000-ൽ പരം ട്രൂപ്സ് വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട്. ഏറെയും സൗദി അറേബ്യയിലും ഇറാഖിലുമാണ്, കുറെയൊക്കെ ഖത്തറിലും ഒമാനിലും അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും, മധ്യപൗരസ്ത്യ പ്രദേശത്തെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ അമേരിക്കയുടെ സാന്നിധ്യം വളരെ വലുതാണ്. അവിടേക്ക് ഇറാൻ മിസൈലുകൾ അയക്കരുത് എന്ന ഒരു കല്ലെ പിളർക്കുന്ന ശാസന ട്രംപ് പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഈ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവായി യുദ്ധ സജ്ജരായി നിൽക്കുന്നു. ഇതെല്ലാം തന്നെ ന്യൂട്രലായ ഒരു കാര്യമല്ല എന്നോർക്കണം. ഇസ്രായേൽ അനുകൂലമായ ഒരു ബിൽഡപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ഭാഗത്ത് കൃത്യമായ ചില കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം വളരെ മുൻപ് തന്നെ ഇതെല്ലാം ഒരു നാടകമായിരുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ തോന്നുന്നത്. ഇറാനുമായി നടക്കുന്ന ആണവ ചർച്ചകൾ 1, 2, 3, 4, 5 റൗണ്ട് ചർച്ചകൾ, ഒമാന്റെ മധ്യസ്ഥതയിൽ റോമിൽ വെച്ച് നടന്ന ചർച്ചകൾ, ഇത് ഒരു പ്രഹസനമായിരിക്കാൻ സാധ്യതയുണ്ട്. 2 കൂട്ടരും യഥാർത്ഥത്തിൽ സമയം വാങ്ങിയെടുക്കുന്ന തിരക്കിലായിരുന്നു. ഇറാനും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഇറാൻ അതിന്റെ ആണവ സമ്പുഷ്ടീകരണം, അതിന്റെ പരമമായ അവസ്ഥയിൽ 60% സമ്പുഷ്ടീകരണം എന്നത് 90% എത്തിച്ച് ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്ന ആ ഒരു ത്രഷ് ഹോൾഡ് പോയിന്റ്, അത് വളരെ ക്രിട്ടിക്കൽ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിൽക്കെ
ഒരു ഏതാനും ആഴ്ചകൾ കൂടി സമയം ഇറാന് ലഭിക്കുകയാണെങ്കിൽ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറും. അത് അമേരിക്കയ്ക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. അതുകൊണ്ട് ഇറാൻ സമയം ഡിലേ ചെയ്തുകൊണ്ട് ഡിലേയിങ് ടാക്ടിക്സിലൂടെ സമയം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ അമേരിക്ക ഒരു വലിയ ഡിസ്റ്റോർഷൻ ഗെയിം തന്നെയാണോ കളിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയത്തുള്ള അലി ഖൊമേനിയെ മാറ്റുക എന്നത് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നതായിരുന്നു മുൻപത്തെ ഒരു നിലപാട്. ഇപ്പോൾ ആ നിലപാട് മാറിയിരിക്കുന്നു. ഇസ്രായേൽ പറയുന്നത് പോലെ അയത്തുള്ള അലി ഖൊമേനി രാജിവെച്ച് പുറത്തു പോകണം, അല്ലെങ്കിൽ സ്വയം കീഴടങ്ങണം, അല്ല എങ്കിൽ ഏകപക്ഷീയമായി അത് കീഴടങ്ങണം എന്ന ഒരു തരം നിർദ്ദേശമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അതില്ല എങ്കിൽ ഞങ്ങൾ ബലപ്രയോഗത്തിന് മടിക്കില്ല. നേരത്തെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ആണവ കരാറിൽ എത്തിയില്ല എങ്കിൽ ഞങ്ങൾ 60 ദിവസത്തെ സമയമാണ് കൊടുത്തത്. 60 ദിവസത്തിനുള്ളിൽ, 2 മാസത്തിനുള്ളിൽ ആണവ കരാർ, അതായത് യുറേനിയം സമ്പുഷ്ടീകരണം, യുറേനിയം 235 സമ്പുഷ്ടീകരണം നടത്തുന്നതിൽ നിന്നും പിന്നാക്കം പോയില്ല എങ്കിലും, കരാറിൽ ഒപ്പിട്ടില്ല എങ്കിലും ആക്രമണം നേരിടും. പക്ഷെ കൃത്യം 61-ാം ദിവസം ആക്രമിച്ചിരിക്കുന്നു, ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ ഇത് ഒരു ഒത്തുകളിയല്ലേ എന്ന ഒരു സംശയം സ്വാഭാവികമായും ഉയരാം. അതുകൊണ്ട് റെജിം ചേഞ്ച് എന്നത് അമേരിക്കയുടെ അജണ്ടയിൽ വന്നിരിക്കുന്നു. അത് കൃത്യമായ സൂചന അതേക്കുറിച്ച് ലഭിക്കുന്നു. ഇനി എങ്ങനെ സാധിക്കും എന്നതാണ് അടുത്ത ചോദ്യം. ഈ റെജിം ചേഞ്ച് എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. കാരണം ഈ ഒരു സംവിധാനം 1979 ശേഷം ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ്. ആ ഒരു മതഘടനകൾ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം മത നേതൃത്വത്തിന് വിധേയപ്പെടുന്ന ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ആർമിയിലും സിവിൽ സർവീസിലും പൊതുരംഗത്തും എല്ലാം തന്നെ ഡീപ്ലി എൻട്രഞ്ച്ഡ് ചോയ്സസ്റ്റ് ആളുകളെ മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു ഒളിഗാർക്കിക് സംവിധാനം. അവിടെ ജനാധിപത്യം പേരിന് വേണ്ടി ഉണ്ട്. യഥാർത്ഥത്തിൽ മസൂദ് പെസഷ്കിയാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ്. പക്ഷെ ആര് മത്സരിക്കണം എന്നതുൾപ്പെടെ തീരുമാനിക്കുന്നത് അയത്തുള്ള അലി ഖൊമേനി ആയിരിക്കെ യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു സംവിധാനത്തെ, ഇപ്പോഴത്തെ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എതിരാളികളെ പരമാവധി ഉതിർത്തുകൊണ്ട് ഭരണകൂട വിരുദ്ധമായ ഒരു കാര്യങ്ങളും അനുവദിക്കാതെ നിൽക്കുന്ന ഒരു സംവിധാനം. അതേസമയം ഇസ്രായേലും അമേരിക്കയും കരുതുന്നത് ആഭ്യന്തരമായി ഇറാനുള്ളിൽ പുകയുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ അസംതൃപ്തി ഉണ്ട്. ഈ സംവിധാനം പൊതുവെ പുറമെ കാണുന്ന ശാന്തത ഉള്ളിലില്ല എന്ന നിഗമനമുണ്ട്. ഒരുപക്ഷെ അത് കുറെയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ചാരപ്രവർത്തനങ്ങൾ. ഇറാനിയൻ പൗരന്മാർ ഇസ്രായേലി ചാരന്മാരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിക്കാനാവൂ എന്ന് സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാം. ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വം, റവല്യൂഷണറി ഗാർഡ്സിന്റെ തലവന്മാരെ, വീണ്ടും അപ്പോയിന്റ് ചെയ്ത തലവന്മാരെ, സൈനിക സർവ്വ സൈന്യാധിപനെ, അതുപോലെ അയത്തുള്ള അലി ഖൊമേനിയുടെ ഉപദേശകനെ എന്ന് വേണ്ട ഏതാണ്ട് ഉന്നത നേതൃത്വം, അയത്തുള്ള അലി ഖൊമേനിയും പെസഷ്കിയാനും ഒഴികെയുള്ള ഉന്നത നേതൃത്വത്തെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്ത ഇസ്രായേലി പദ്ധതി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഇറാൻ ഉള്ളിൽ നിന്ന് തന്നെ വളരെ വലിയ സഹായം ലഭിച്ചിരിക്കണം. അത് അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഇറാനിയൻ ജനത, ഈ പ്രത്യേകിച്ച് ടെലിവിഷൻ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ടെലിവിഷൻ കേന്ദ്രം ബോംബ് ചെയ്യുന്നതും അവിടെ വലിയ രീതിയിൽ തീയും പുകയും ഉയരുന്നതും, ടെലിവിഷൻ വാർത്തകൾ വായിച്ച് വലിയ രീതിയിലുള്ള ഊർജ്ജസ്വലമായി സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഒരു പ്രശസ്ത ടെലിവിഷൻ അവതാരിക ഓടി മാറുന്നതും, പിന്നീട് ടെലിവിഷൻ സംപ്രേഷണം മറ്റൊരു കേന്ദ്രത്തിൽ നിന്നും പുനരാരംഭിക്കുന്നതും ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. എന്തിനാണ് ടെലിവിഷൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്? ടെലിവിഷൻ ഒരു വലിയ സ്റ്റേറ്റ് റൺ ടെലിവിഷൻ, സ്റ്റേറ്റ് മീഡിയ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ജനങ്ങളെ നിരന്തരം വി ആർ ഇൻ കൺട്രോൾ, വി ആർ ഡിഫെൻഡിങ് അവർ കൺട്രി വെരി വെൽ, വി ആർ ഗിവിംഗ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ടു യു എന്ന ഉറപ്പ് ഭരണകൂടം നൽകുന്നത് മാധ്യമങ്ങൾ വഴി തന്നെയാണ്. നമ്മുടെ പോലെയല്ല, നമുക്ക് സ്വതന്ത്ര മാധ്യമങ്ങൾ ഏറെയുണ്ട്. ഇറാന്റെ അവസ്ഥ അങ്ങനെയല്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് സ്റ്റേറ്റ് കൺട്രോൾ ടെലിവിഷനെ ആക്രമിച്ച്, എപ്പോഴും അങ്ങനെയാണ് ഒരു പട്ടാള അട്ടിമറിയൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നത്, ഈ അട്ടിമറി എന്നത് ജനം അറിയുന്നത് തന്നെ സ്റ്റേറ്റ് കൺട്രോൾ ടെലിവിഷനിലൂടെ ഇപ്പോൾ ഭരണം മാറിയിരിക്കുന്നു, പുതിയ ആളുകളാണ് ഭരണത്തിൽ എന്ന് അവർ അനൗൺസ് ചെയ്യുമ്പോഴാണ് അതറിയുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നത് സ്ട്രാറ്റജി നമ്പർ 1. സ്ട്രാറ്റജി നമ്പർ 2 എന്ന് പറയുന്നത് ഇറാൻ സൈന്യത്തിനുള്ളിൽ തന്നെ, പ്രത്യേകിച്ചും റവല്യൂഷണറി ഗാർഡ്സ് IRGC, അതിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ഒരു വിമത സംഘം ഉണ്ടാകാം എന്നേ പറയുന്നുള്ളൂ. ഉണ്ട് എന്ന് പറയാൻ ഞാനാണല്ല. ഏറെ പേര് ടോപ്പ് ഗൺസ് വധിക്കപ്പെട്ടപ്പോൾ അതിനർത്ഥം ഉള്ളിൽ നിന്ന് ഒറ്റുകാരുണ്ട് എന്ന് നിസ്സംശയം പറയാം. ആ ഒറ്റുകാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഒരു coup d'etat, അതായത് മിലിറ്ററി
ടേക്ക് ഓവർ സംഭവിച്ചു കൂടായികയില്ല. അങ്ങനെ ഒരു റെജീം ചേഞ്ച് നടക്കുകയും ആ പുതിയതായി അധികാരത്തിൽ വരുന്ന ഒരു പാവ ഭരണകൂടം, അത് പാവ എന്നേ പറയാനാവൂ, അത് ജനങ്ങളുടെ അംഗീകാരം ഒരുപക്ഷെ ഉണ്ടാവില്ല, അത് ആർട്ടിഫിഷ്യലി എഞ്ചിനീയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ വരുന്ന ഭരണകൂടവുമായി പേരിന് വേണ്ടി ഒരു കരാർ ഏർപ്പെട്ട്, ആണവ കരാർ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെല്ലാം ശാന്തം, ഇവിടെല്ലാം ഭദ്രം. ചുരുക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ലിബിയയിലും എല്ലാം പയറ്റിയ അതേ തന്ത്രം അമേരിക്ക ഇറാനിലും പയറ്റുന്നു എന്നത് വേണം ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കാൻ. അപ്പൊ റെജീം ചേഞ്ച് എന്നത് പ്രഖ്യാപിത നിലപാടായി വരുമ്പോൾ അതിനെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. കാരണം അത് വെറുതെ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു വെച്ചു എന്നതല്ല, അതിന് ചേരുന്ന രീതിയിലുള്ള നീക്കങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് ഇറാന്റെ അവശേഷിക്കുന്ന കേപ്പബിലിറ്റി, അത് മിസൈൽ കേപ്പബിലിറ്റിയും ആണവ കേപ്പബിലിറ്റിയുമാണ്, അത് പരമാവധി ഡെന്റ് ചെയ്യുമ്പോൾ നിലവിലെ ഭരണകൂടം തന്നെ ചർച്ചകൾക്ക് തയ്യാറെടുക്കും എന്ന പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിലും ഒരിക്കലും നിലവിലെ ഭരണകൂടം ഇപ്പോഴത്തെ അവരുടെ കടുത്ത നിലപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർക്ക് മുഖം നഷ്ടപ്പെടുന്നത് പോലെയാണ്. കാരണം പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള ഡാമേജുകളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇസ്രായേലിനെതിരെ വലിയ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത്. ഇസ്രായേലിന്റെ അയൺ ഡോമിൽ കാര്യമായ വിള്ളലുകൾ വീണു. അത് നമ്പർ ഓഫ് മിസൈൽസ്, അതിന്റെ പ്രഹരശേഷി, ഇതൊന്നും തന്നെ കുറച്ച് കാണാനാവില്ല. പക്ഷെ ആണവശക്തിയുടെ മുൻപിലാണെന്ന് ഓർക്കണം. ഇസ്രായേൽ ഒരു ആണവശക്തിയാണ്. തീർച്ചയായും ഒരു ആണവശക്തിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായ വിജയം ഒരിക്കലും ആണവ ഇതര ശക്തിക്ക് ഉണ്ടാവില്ല. ഒന്ന്. രണ്ട്, എന്തിനും പോകുന്ന ഒരു വലിയേട്ടൻ ഇസ്രായേലിന് ഉള്ള സ്ഥിതിക്ക് ഇസ്രായേൽ ഇനി പരാജയപ്പെടുന്ന ഒരു ഘട്ടം വന്നാൽ ബെയിൽ ഔട്ട് ചെയ്യാൻ ഉറപ്പായി അമേരിക്ക രംഗത്ത് വരും. അങ്ങനെയെങ്കിൽ മറുപക്ഷത്തെ ഇറാൻ അനുകൂലമായി ചൈനയോ റഷ്യയോ ആണ് രംഗത്ത് വരേണ്ടത്. പക്ഷെ അത് വരും എന്ന യാതൊരു സൂചനയും ഇപ്പോഴില്ല. ഇപ്പോൾ ഇനി വരുന്ന നയതന്ത്ര നീക്കങ്ങൾ, 3 നയതന്ത്ര നീക്കങ്ങൾ, ഇറാന് പ്രതീക്ഷ നൽകുന്ന 3 നയതന്ത്ര നീക്കങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ ഉണ്ടായി. ഒന്ന് വരുന്നത് റഷ്യയിൽ നിന്നാണ്. ദിമിത്രി പെസ്കോവ്, ഇപ്പൊ റഷ്യൻ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ്, ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ആ മധ്യസ്ഥ ശ്രമം സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ഇറാൻ പലപ്പോഴും യുദ്ധത്തിൽ റഷ്യയെ സഹായിച്ച ഒരു ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ നൽകി ഇറാൻ റഷ്യയെ സഹായിച്ചതിന്റെ പ്രത്യുപകാരം എന്ന നിലയിൽ ഒരുപക്ഷെ ഔപചാരികമായി ചിലത് പെസ്കോവ് പറഞ്ഞു വെച്ചു എന്നതിൽ കൂടുതലായ അർത്ഥമൊന്നും തന്നെ ഞാൻ ആ നീക്കത്തിന് കാണുന്നില്ല. രണ്ടാമത്തേത് ഈ ടർക്കിഷ് പ്രസിഡന്റ് തയ്യിബ് എർദോഗാന്റെ ഒരു പ്രസ്താവനയാണ്. എർദോഗാൻ ഓഫർ ചെയ്തിരിക്കുകയാണ്, താൻ രംഗത്ത് വരാം, താൻ ശക്തമായ രീതിയിൽ അമേരിക്കയോട് സംസാരിക്കാം, കാരണം നെയ്റ്റോയിലെ ഒരു അംഗരാജ്യമാണ് തുർക്കി എന്ന് ഓർക്കണം. അതുപോലെ ഇറാനുമായിട്ടും സംസാരിക്കാം, രമ്യമായ പരിഹാരത്തിലേക്ക് നീങ്ങാം. പക്ഷെ എർദോഗാന്റെ വാക്കുകളെ പൂർണ്ണമായി ഇസ്രായേൽ വിശ്വസിക്കില്ല, അമേരിക്കയും വിശ്വസിക്കില്ല. 2 വള്ളത്തിലും കാല് ചവിട്ടുന്ന ഒരാളാണ് തയ്യിബ് എർദോഗാൻ. റഷ്യയോട് വളരെ ചങ്ങാത്തമാണ്, ചൈനയോട് ചങ്ങാത്തമാണ്, അതേസമയം അമേരിക്കയോട് ഈ നെയ്റ്റോയിലൂടെ ചങ്ങാത്തമാണ്. അങ്ങനെ ഒരു ആളിന് ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനകളുടെ ഒരു പാരമ്പര്യമുള്ളത് കൊണ്ട് ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരിക്കലും തുർക്കിയുടെ മധ്യസ്ഥത സ്വീകരിക്കാൻ ആവില്ല. പിന്നെ ബാക്കിയുള്ളത് ചൈനയാണ്. ചൈനയുടെ ഒരു പ്രസ്താവന വന്നു, ഇറാനെ പിന്തുണച്ചുകൊണ്ടും, അത് സൈനികമായിട്ടല്ല എന്ന് ഓർക്കണം, ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള ചൈനയുടെ പ്രസ്താവന വന്നു. പക്ഷെ പ്രസ്താവന സാഹിത്യത്തിനുപരിയായി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഒരു യുദ്ധത്തിലും ചൈന നേരിട്ടോ അല്ലാതെയോ ഇടപെട്ടതായി ഒരു സൂചനയുമില്ല. ഇടപെടാനായിരുന്നു എങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന 4 ദിവസത്തെ കടുത്ത പോരാട്ടം, അതിൽ ചൈന പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുക്കാമായിരുന്നു. ഒരു പ്രസ്താവന കൊണ്ട് പോലും കാര്യമായ ഇന്ത്യ വിരോധം ഒന്നും തന്നെ ചൈന പറഞ്ഞില്ല. നമുക്കറിയാം ചൈന പാകിസ്ഥാനോടൊപ്പം തന്നെയാണ് മനസ്സുകൊണ്ട്, ഇവിടെ ഇറാനോടൊപ്പം തന്നെയാണ് മനസ്സുകൊണ്ട്. പക്ഷേ ഈ ഒരു പോരാട്ടത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ചൈനയും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ, നെയ്റ്റോയുടെ പിന്തുണ, അമേരിക്ക എന്ന വലിയ രാജ്യത്തിന്റെ പിന്തുണ, എന്തിന് G7 ഉച്ചകോടി പോലും അവസാനം ന്യൂട്രലായി തുടങ്ങി അവസാനം കൺക്ലൂഡ് ചെയ്തത് ഇസ്രായേൽ അനുകൂല ഒരു പ്രസ്താവനയിലാണ്. അതായത് ഇറാൻ അതിന്റെ ആണവ കേപ്പബിലിറ്റി ഉപേക്ഷിക്കണം, ഇറാനെ ആണവ രാജ്യമാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ട്രംപ് പാതി വഴിയിൽ മടങ്ങിയിട്ട് പോലും ആ പ്രസ്താവന അങ്ങനെയാണ്. ആദ്യം ഇസ്രായേലിനെ അപലപിച്ചുകൊണ്ട്, ഇറാനെയും ഇസ്രായേലിനെയും അപലപിച്ചുകൊണ്ടും പെട്ടെന്ന് യുദ്ധം തീർക്കണമെന്നും ഉള്ള പ്രസ്താവന അങ്ങ് പത്തായപ്പുറത്ത് വെച്ചതിന് ശേഷം ഇസ്രായേലിന് അനുകൂലമാകുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി നീങ്ങുന്നു. അപ്പൊ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായി നീങ്ങുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള അടിസ്ഥാനം ഇതാണ്. ആത്യന്തികമായി ഇറാന് പിടിച്ചു നിൽക്കണം എങ്കിൽ
ഒരു പക്ഷേ അവിടെ ഒരു ചേഞ്ച് ഓഫ് ഗാർഡ്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടം അമേരിക്കയുടെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ഒരു കരാറിലെത്താൻ വേണ്ടി തയ്യാറെടുക്കണം. അങ്ങനെ നിൽക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം. റൈറ്റ്. ഞാൻ ആ റെജീം ചേഞ്ച് എന്നുള്ള അതിൻ്റെ ഒരു പോസിബിലിറ്റിയിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ഇസ്രായേൽ ഇത് അമേരിക്കയുടെ അനുമതിയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്ക പബ്ലിക്കായിട്ട് അത് നെഗറ്റ് ചെയ്യുമെങ്കിൽ പോലും ഇത് തുടങ്ങുമ്പോൾ ഇറാനിൽ നിന്ന് ഇത്രയും രൂക്ഷമായൊരു ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് അവരൊരു പക്ഷേ പ്രതീക്ഷിച്ചിരിക്കില്ല. അല്ലെങ്കിൽ 1-2 ദിവസത്തെ ആക്രമണം കൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലോ അമേരിക്കയോ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നീങ്ങും എന്നുള്ളവർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷകൾ തെറ്റിയതാണോ? ഇപ്പോൾ ഈ 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ട്രംപ് കുറെ കൂടെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കാനും ഒരു നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കും വിധത്തിൽ യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും ഒക്കെ മധ്യപൗരസ്ത്യ ദേശത്തേക്ക് അയക്കാനുമൊക്കെ തീരുമാനിക്കാൻ കാരണം, അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി ഇസ്രായേലിന് ഈ ദിവസങ്ങളിൽ കിട്ടി. അതുകൂടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഞാൻ അതിനെ ശ്രീ രാജീവ് അങ്ങനെ അല്ല ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ്, കാരണം ഞാൻ അതിനെ കാണുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ്. ഇറാന്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമായി അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ഇസ്രയേലിനും വ്യക്തമായി അറിയാം. ഈ ഒരു ചെറിയ യൂണിറ്റ് ആണ് ഹമാസ്, അല്ലെ? ഹമാസുമായ പോരാട്ടം ഇപ്പോഴും നടക്കുന്നു. ഹമാസ് ഇസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മളെല്ലാം വിചാരിച്ചത് എന്താണ്? കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ, ഇസ്രയേലിന്റെ കരയുദ്ധം ഗാസയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹമാസ് ഭരണകൂടം അട്ടിമറിക്കപ്പെടും, ഗാസ പൂർണ്ണമായി ഇസ്രായേൽ പിടിച്ചെടുക്കും, ഗാസയിൽ വേറൊരു സംവിധാനം ഉണ്ടാകും. ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും അത് തുടരുകയാണ്. നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു, റഷ്യ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈനെ, നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യം 24 മണിക്കൂർ എന്ന് പറഞ്ഞ ആളുകളുണ്ട്, പിന്നെ 3 ദിവസം എന്ന രീതിയിൽ ആണ് മിക്ക ആളുകളും ചിന്തിച്ചത്. ഇപ്പോൾ വർഷം 2-3 വർഷം കഴിഞ്ഞു. 3 വർഷം ഫെബ്രുവരിയിലാണ്, 2022 ഫെബ്രുവരി മുതൽ എത്ര കാലമായി. അപ്പൊ ആ ഒരു യുദ്ധം, ഇത് ആധുനിക യുദ്ധങ്ങൾ നമുക്ക് തുടങ്ങി വയ്ക്കാനേ ആവൂ. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു പ്രത്യേക ഓപ്പറേഷൻ എന്നതാകണം. ഓപ്പറേഷൻ സിന്ധൂർ 4 ദിവസം കൊണ്ട് ആദ്യ റൗണ്ട് കഴിഞ്ഞു, പക്ഷെ അതും ഇപ്പോഴും തുടരുകയാണ് എന്നതാണല്ലോ ഇന്ത്യയുടെ ഔപചാരിക നിലപാട്. അത് ശരിയുമാണ്, ഒരുപക്ഷെ അതൊരു തുടക്കമാണ്. പക്ഷെ ആക്റ്റീവ് കോൺഫ്ലിക്റ്റ് അവസാനിച്ചിരിക്കുന്നു. പക്ഷെ ആധുനിക യുദ്ധങ്ങളുടെ പ്രത്യേകത ആർക്കും പൂർണ്ണമായി എത്ര ചെറുതെങ്കിലും മറ്റൊരു രാജ്യത്തെയോ ഒരു ജനവിഭാഗത്തെയോ പൂർണ്ണമായി കീഴടക്കാൻ ആവില്ല എന്നത് വീണ്ടും 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 ശ്രീ രാജീവ് തെളിയുകയാണ്. അങ്ങനെയെങ്കിൽ ക്ഷമിക്കണം, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ചെറിയ രാജ്യമായ ഇസ്രായേൽ, നോക്കൂ ഇസ്രായേലിന്റെ വലിപ്പം നോക്കൂ, നമ്മൾ ആ ഒരു ഭൂപടത്തിൽ ഇസ്രായേലിന്റെ വലിപ്പം നോക്കൂ, നമ്മൾ ശക്തിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, വലിപ്പം നോക്കൂ. ചെറിയ, കണ്ണിലിട്ടാൽ കരിക്കരക്കാത്ത രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ കേരളത്തിന്റെ ഒരു ഭൂമിയുടെ പകുതിയോളം മാത്രമുള്ള, കേവലം 22,000 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഇസ്രായേൽ, കേവലം 94 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഇസ്രായേൽ, അതിൽ തന്നെ 70 ലക്ഷത്തോളം ജൂതന്മാരും അറബി വംശജരാണ് മറ്റുള്ളവർ. ആ രാജ്യം സൈനികമായി എത്രത്തോളം അഭിവൃദ്ധി പ്രാപിച്ച രാജ്യമാണെങ്കിലും എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റി ഇറാനേക്കാൾ ലേശം മുന്നിലാണ് എന്ന് സമ്മതിക്കാമെങ്കിലും ഇറാന്റെ വലിപ്പം നോക്കൂ. ഇറാൻ എന്ന് പറയുന്നത് 6-7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉള്ള വലിയ രാജ്യം. ഇസ്രായേലിന്റെ ഒരു 60-70 ഇരട്ടി ഭൂമിയുള്ള രാജ്യം. ജനസംഖ്യയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പം 6-7 ലക്ഷം 6-7 കോടി ജനസംഖ്യ, 7-8 കോടി, 8.2 കോടിയാണെന്ന് തോന്നുന്നു, അത്രയും ജനസംഖ്യയുള്ള രാജ്യം. പൂർണ്ണമായി ആ രാജ്യത്തെ കീഴടക്കാൻ ആവില്ല എന്ന് നമുക്കറിയാം. പരമാവധി സാധിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്, സമ്മർദ്ദത്തിലൂടെ ഒരു ഭരണമാറ്റമാണ്. അതുകൊണ്ട് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ കൈവശം വലിയ രീതിയിലുള്ള മിസൈൽ ശേഖരമുണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. അവരത് ഉപയോഗിക്കാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആണവായുധങ്ങളാണെങ്കിലും അവർ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ തന്നെയാണ്, ഡിറ്ററൻസിന് വേണ്ടി മാത്രമല്ല, ഒഫൻസീവ് കേപ്പബിലിറ്റി എന്ന നിലയിലാണ്. അതാണ് ഇസ്രായേലിന്റെ ഒരു പാരഡൈം. അതിനെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാനുമാവില്ല. അതൊരു യാഥാർത്ഥ്യബോധമുള്ള ഒരു പാരഡൈമാണ്. അങ്ങനെയെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഇറാനെ പൂർണ്ണമായി ഇസ്രായേലിന് ഒറ്റയ്ക്ക് കീഴടക്കാനാവും എന്ന് ചിന്തിക്കുന്നത് വ്യാമോഹമാണ്. അപ്പൊ ഇസ്രായേൽ ഒരു ദീർഘമായ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. പക്ഷെ ആത്യന്തികമായ സമാധാനമാണ് ഒരുപക്ഷെ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഇതൊരു വലിയ ബിൽഡപ്പിന്റെ ഭാഗം, ജൂയിഷ് ബിൽഡപ്പിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സയണിസ്റ്റ് ഗ്രാൻഡ് സ്കീമിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്.
ഒന്നൊന്നായി ഇറാന്റെ ആംസിനെ അല്ലെങ്കിൽ ടെന്റക്കിൾസിനെ, ഹൂതീസ് അല്ലെങ്കിൽ ഹമാസ്, ഹിസ്ബുള്ള. ഹിസ്ബുള്ള, ഷിയ മിലിഷ്യാസ് എല്ലാം തന്നെ അരിഞ്ഞു വീഴ്ത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ പ്രഹരശേഷി പരമാവധി കുറച്ചു കഴിഞ്ഞു. സ്ട്രാറ്റജി നമ്പർ 1. അതിനുശേഷം മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ, തുർക്കി ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളെയും കൂടെ നിർത്തി. ഡൊണാൾഡ് ട്രംപിന്റെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള സന്ദർശനത്തെ നമ്മൾ തുച്ഛീകരിച്ച് കാണരുത്. അവിടെ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. GCC രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം തന്നെയാണ്. പുറമെ അവരെന്തു പറഞ്ഞാലും ഇസ്രയേലി താല്പര്യത്തിനെതിരെ, അമേരിക്കൻ താല്പര്യത്തിനെതിരെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിൽക്കില്ല. ഖത്തറിനോട് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ ഇനിയും ഈ വേഷവുമായി വരരുത്, മധ്യസ്ഥ വേഷവുമായി ഇങ്ങോട്ട് വരരുത്. ഒമാൻ വേണമെങ്കിൽ ചെയ്തോട്ടെ, അത് മറ്റൊരു ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ആണ്. അങ്ങനെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അറബി ഇസ്ലാമിക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളെ നള്ളിഫൈ ചെയ്ത് കൂടെ നിർത്തി. അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി. ആ ഒരു നിമിഷമാണ് ആണവ ചർച്ചയുടെ പേര് പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലും പേര് പറഞ്ഞുകൊണ്ടേ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാവൂ. നോക്കൂ, മുൻകാലങ്ങളിൽ ഇറാഖിലെ സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി അമേരിക്ക പറഞ്ഞത് എന്താണെന്ന് രാജ്യം ആലോചിച്ചു നോക്കൂ. സദ്ദാം വെപ്പൺസ് ഓഫ് ഹുസൈന്റെ മാസ് കയ്യിൽ ഡിസ്ട്രക്ഷൻ ജൈവായുധങ്ങളുണ്ട്. എന്നുള്ളതായിരുന്നു അന്നത്തെ. ആ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആണ് അന്നത്തെ ഡബ്ല്യു ഏറ്റവും വലിയ കാര്യം. അന്ന് അമേരിക്കയും ബ്രിട്ടനും പ്രധാനമായും ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു. ഈ വലിയ കൂമ്പാരം ഉണ്ട് അവിടെ എന്നുള്ളതായിരുന്നു. അവസാനം ആക്രമണം കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടെത്താൻ പോലും സാധിച്ചില്ല. അതാണ് ആ ബ്രിട്ടന്റെ അന്വേഷണ റിപ്പോർട്ട് വരെ പറയുന്നത് വളരെ കൗതുകരമായ കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ പുറത്ത് ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ള വസ്തുത അവിടെ ഉണ്ട്. അതാണ് ഈ കേണൽ ഗദ്ദാഫിക്കെതിരെ ആക്രമണം നടന്നപ്പോഴും സദ്ദാം ഹുസൈനെതിരെ ആക്രമണം നടന്നപ്പോഴും എല്ലാം കണ്ട ഒരു കോമൺ ത്രെഡ് എന്ന് പറയുന്നത് WMD, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ജൈവായുധങ്ങളുണ്ട്, രാസായുധങ്ങളുണ്ട്. അതൊരു കെമിക്കൽ അലി എന്ന ഒരു അളിയനുണ്ട് സദ്ദാം ഹുസൈന്. ആ അളിയനാണ് എല്ലാത്തിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം. അദ്ദേഹം ബസ്രയിലെ ഷിയ പോപ്പുലേഷനെ കൊന്നൊടുക്കുന്നു. രാസായുധം, കുർദുകൾക്കെതിരെ രാസായുധം പ്രയോഗിക്കുന്നു. തെക്കൻ ഇറാഖിലെ ബസ്ര മേഖലയിലൊക്കെയുള്ള ആളുകളെ കൊന്നൊടുക്കുന്നു. വലിയ രീതിയിലുള്ള ഗ്ലോബൽ പ്രൊപ്പഗൻഡയാണ്. അത് ലൈസൻസ് ആണ്. മുൻപൊരു കഥയുണ്ടല്ലോ, ഒരു പഞ്ചതന്ത്രം കഥയുണ്ടല്ലോ, ഈ സിംഹവും ആടും എന്നൊരു കഥയുണ്ടല്ലോ. ആട് വെള്ളം കുടിച്ചുകൊണ്ട്, താഴെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്ന് സിംഹം പറഞ്ഞു, നീ എന്റെ വെള്ളം കലക്കി. അപ്പോൾ ആട് പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് അങ്ങയുടെ വെള്ളം കലക്കാനാവുക? ഞാൻ താഴേലെ നിൽക്കുന്ന, അരുവി മുകളിൽ നിന്ന് താഴേക്കല്ലേ ഒഴുകുന്നത്? അല്ല, നീ അല്ല, നിന്റെ വല്യപ്പൻ ആ വെള്ളം കലക്കിയിട്ടുണ്ട്. അതിന് പ്രതികാരം നിന്നോട് ഞാൻ നിർവഹിക്കുന്നു. ആടിനെ ഭക്ഷിക്കണം പുലിക്ക് അല്ലെങ്കിൽ സിംഹത്തിന്. അതിനൊരു കാരണം എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഉപരിയായ അർത്ഥമൊന്നും അന്നും ഇന്നും കഥയിലും കാര്യത്തിലും എടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അമേരിക്ക ആഗ്രഹിക്കുന്നു, ഇറാന്റെ ഭരണകൂടം ഈ രൂപത്തിൽ നിന്നാൽ മുന്നോട്ട് പോകാനാവില്ല. മധ്യപൗരസ്ത്യ പ്രദേശത്തിന്റെ ഭൗമരാഷ്ട്രീയം അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകണം. അതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മാർഗമാണ്, കുറെയൊക്കെ ക്രെഡിബിളുമാണ്, ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടല്ലോ. ഇപ്പൊ IAEA പ്രഖ്യാപനം വന്നു. IAEA ഇൻസ്പെക്ഷനോട് ഇറാൻ പൂർണ്ണമായി സഹകരിക്കുന്നില്ല. ഇറാന്റെ ആണവ കപ്പാസിറ്റി 90% എത്താൻ പോകുന്നു 60-ൽ നിന്നും. അങ്ങനെയെങ്കിൽ ഏത് നിമിഷവും അവർ ആണവ ബോംബുകൾ ഉണ്ടാക്കും. അത് ഒരു ലോകത്താകമാനം, യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിലും അമേരിക്കയിലും കാനഡയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും സൗദിയിൽ ഉൾപ്പെടെ ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്തു. അങ്ങനെ ഗ്ലോബൽ കൺസെൻസസ് ഉണ്ടായി. ഇസ്രയേൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്നും ഈ രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം, ഇറാനെ ആക്രമിക്കുന്നത് സൈലന്റ് ആയിട്ടാണെങ്കിലും ആക്രമിക്കുന്നത് തെറ്റാണെങ്കിലും അതൊരു നല്ല കോസിന് വേണ്ടിയാണ്, ആണവ നിരായുധീകരണത്തിന് വേണ്ടിയാണ് എന്ന നിഗമനത്തിലാണ് ലോകം എത്തി നിന്നത്. പരമാവധി ലോകരാജ്യങ്ങൾ, ചൈനയും റഷ്യയും സംസാരിക്കില്ല ഇപ്പോഴത്തെ പ്രത്യേക അവസ്ഥയിൽ എന്നതും മുൻകൂട്ടി കണക്കാക്കി. അപ്പൊ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കിയതിനു ശേഷം അമേരിക്ക ഇസ്രയേലിനെ ഒരു മൗനാനുവാദം കൊടുക്കുകയാണ്. നിങ്ങൾ കയറി അടിച്ചോളൂ, ബാക്കി കാര്യം നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇസ്രയേലിന്റെ കയ്യിൽ ഇത് നിന്നില്ല എങ്കിൽ, ഇസ്രയേലിന് വലിയ ഡാമേജുകൾ വരാൻ ഇരിക്കുന്നു എങ്കിൽ അമേരിക്ക ഉറപ്പായും രംഗത്തെത്തും. അതിനുള്ള ബിൽഡപ്പ് തന്നെയാണ് ശ്രീ രാജീവ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഒരു വിശാലമായ ഒരു ഗ്രാൻഡ്, ഒരു ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് വേൾഡിന്റെ ഒരു വിശാലമായ പദ്ധതിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. അതിന്റെ ന്യായ അന്യായങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ആണവായുധം, ഇസ്രയേൽ ആണവായുധങ്ങൾ കൈവശം വെക്കുകയും അവരുടെ കയ്യിൽ അത് സുരക്ഷിതമായിരിക്കുകയും ചെയ്യുക എന്ന് പറയുകയും, അതേസമയം ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പ് കുറെയെങ്കിലും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം കൂടെ ഞാൻ പറയാം. അല്ല എങ്കിൽ ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുന്നു എന്ന ആരോപണം ഉണ്ടാകുമല്ലോ.
എന്റെ അഭിപ്രായം ഇതാണ്. ഇസ്രയേൽ ഡിഫൻസ് കേപ്പബിലിറ്റിക്ക് അല്ലെങ്കിൽ ഡിറ്ററൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. കാരണം ഇസ്രയേൽ അനുഭവിച്ച ഒരു ദുരിതമുണ്ട്. ചുറ്റുപാടുമുള്ള അനേക യുദ്ധങ്ങൾ 48-ലും 56-ലും 67-ലും 1971-ലും ഒക്കെ സംയുക്ത അറബി സൈന്യങ്ങളുടെ ആക്രമണം നേരിട്ടു. അതിൽ നിന്നും പിന്നീട് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്തുന്നത് ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണ്. ആണവായുധം കൈവശമുള്ള രാജ്യത്തെ ആക്രമിക്കാൻ ആണവ ഇതര രാജ്യങ്ങൾ ഒന്ന് മടിക്കും. അതുകൊണ്ട് സ്വയരക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, വലിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ട് പോലും ഗൾഫ് യുദ്ധ സമയത്ത് സദ്ദാം ഹുസൈൻ ഏറെ മിസൈലുകൾ ടെല്ലവീവിലേക്കും ഹൈഫയിലേക്കും എല്ലാം അയച്ചു എന്ന് ഓർക്കണം. ഇസ്രായേലിലേക്ക് അയച്ചു. പക്ഷേ ആണവമായി വേണമെങ്കിൽ ഇറാഖിനെ വേണമെങ്കിൽ തീർത്ത് കളയാമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ചല്ലോ. പക്ഷേ അന്ന് ചെയ്തില്ല. സംയമനം പാലിച്ച ഒരു ചരിത്രവുമുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ആർഗ്യുമെന്റിന് വേണ്ടി പറയാം, ഇസ്രയേലിന്റെ കൈവശം ആണവായുധങ്ങൾ സുരക്ഷിതമാണ്. അവർ പ്രഖ്യാപിത ആണവ ശക്തി അല്ല എങ്കിലും ക്രെഡിബിൾ, നമുക്കറിയാം ആണവ ആയുധ ശക്തിയുണ്ട്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഇസ്രയേൽ ഒരു ആണവ ശക്തി തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. ഇപ്പൊ സ്റ്റേറ്റസ് കോ മാറുകയാണ്. ഇറാൻ ആണവ ശക്തി അല്ലാതിരുന്നു രാജ്യം പെട്ടെന്ന് ആണവ ശക്തിയായി മാറുമ്പോൾ, അത് മാത്രമല്ല ഡെത്ത് ടു ഇസ്രയേൽ എന്നതാണ് ഇറാന്റെ ചാൻഡിങ്. ഇസ്രയേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഡെത്ത് ടു ഇറാൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളെയും സംശയത്തോടെയാണ് നോക്കുന്നത്. അവരതിന് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പല രാജ്യങ്ങളെയും കൂടെ നിർത്തുന്നു. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ ഒരിക്കലും 79 വരെ ഇസ്രായേലിനോട് സൗഹൃദം ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്ലാമിക ഭരണകൂടം രംഗത്ത് വന്നതിന് ശേഷം ഇസ്രായേലിനോട് നിതാന്ത ശത്രുതയാണ്. ആ ഒരു ശത്രുത ഒരു വസ്തുതയായിരിക്കെ ഇറാന്റെ കൈവശം ആണവ ബോംബ് ഉണ്ട് എങ്കിൽ അതിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ കയ്യിലെ ആണവ ബോംബ് ഉള്ളതുപോലെ അല്ല എന്ന് ഒരുപക്ഷെ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. പക്ഷെ ഇസ്രയേൽ ചെയ്യുന്ന കാര്യങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെ, നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഉൾപ്പെടെ, ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിന്റെ ലോക മനസാക്ഷിയോട് കണക്ക് പറയേണ്ടി വരും. പക്ഷെ മനസാക്ഷി എന്നൊരു കാര്യത്തിൽ യുദ്ധത്തിൽ പ്രായോഗികമല്ല. ദേശീയ താല്പര്യം മാത്രമാണ് ഒരു യുദ്ധത്തിൽ ഒരു രാജ്യത്തെ നിലനിർത്തുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ കൊള്ളാമെന്നല്ലാതെ, നീതി, സത്യം, സമത്വം, സാഹോദര്യം ഒക്കെ പറയാമെന്നല്ലാതെ ദേശീയ താല്പര്യം തന്നെയാണ് ഇസ്രയേലിന് വലുത്. ഇറാനും അതേ ദേശീയ താല്പര്യമാണ്. പക്ഷെ ഇറാന്റെ ജനത ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് അർഹിക്കുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നു. കാരണം നിരന്തരമായ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ പോരാട്ടത്തിലേക്ക് നയിച്ചുകൊണ്ട് എന്തിന് ഇങ്ങനെ ഒരു രാജ്യം ആ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് പലരും ചിന്തിക്കും. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പലരും ചിന്തിക്കും. അതുകൊണ്ട് വലിയൊരു അതിലേക്കാണ് ഞാൻ വരുന്നത്. അവസാനമായി ഞാൻ അതാണ് ചോദിക്കാൻ, അതാണ് റെജീം ചേഞ്ചിന്റെ കാര്യം ഞാൻ അവസാനം ചോദിക്കാം എന്ന് വിചാരിച്ചത്. ഇത് ഇറാനിൽ ആഭ്യന്തരമായ കാലുഷ്യങ്ങളുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. പൗരാവകാശ ലംഘനങ്ങൾ അവിടെ നടക്കുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ചോദ്യം ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. അതിൽ അസംതൃപ്തരായ ജനത അവിടെയുണ്ട്. ഒപ്പം സാമ്പത്തികമായ പ്രയാസം, ഉപരോധം മൂലമുള്ള പ്രയാസങ്ങൾ ആ ജനത ദീർഘമായി അനുഭവിച്ചു വരുന്നുണ്ട്. ഇതുണ്ടാക്കിയ അതൃപ്തിയുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ പുറമേ നിന്നുള്ളൊരു രാജ്യം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ എന്ന് അവർ വിശ്വസിക്കുന്നു, തങ്ങളെ ആക്രമിക്കുന്നു. അതിനെ പിന്തുണയ്ക്കാൻ അമേരിക്കയെ പോലുള്ളൊരു രാഷ്ട്രം നേരിട്ട് രംഗപ്രവേശം ചെയ്യുന്നു. ഇത്തരമൊരു സിറ്റുവേഷനിൽ ആ ജനത അവിടുത്തെ ഭരണകൂടത്തോട് കൂടുതൽ ഐക്യദാർഢ്യം കാണിക്കാനുള്ള ഒരു സാധ്യത അവിടെയല്ലേ? ആ നിലയ്ക്ക് ഈ റെജീം ചേഞ്ച് എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധ്യമാകും എന്ന് കരുതാമോ? ഇല്ല, ഒരിക്കലുമില്ല. റെജീം ചേഞ്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, റെജീം ചേഞ്ച് എന്നത് തിയററ്റിക്കലി പോസിബിൾ ആണെങ്കിലും പ്രാക്ടിക്കലി അത്ര എളുപ്പമല്ല. സദ്ദാം ഹുസൈനെ പുറത്താക്കിയതുപോലെ കേണൽ ഗദ്ദാഫിയെ പുറത്താക്കിയതുപോലെ ഉള്ള ഒരു അന്തരീക്ഷം അല്ല ഇറാനിൽ. നോക്കൂ, മുൻകാലങ്ങളിലെ ഇറാന്റെ പോരാട്ടങ്ങൾ നോക്കൂ. ഈ 8 വർഷം നീണ്ടുനിന്ന, ഒരു ദശകത്തോളം നീണ്ടുനിന്ന, 1980 മുതൽ 88 വരെയെങ്കിലും നീണ്ടുനിന്ന ഇറാഖ് യുദ്ധം നോക്കൂ. ഇറാഖ് അന്ന് അമേരിക്കയുടെ പിന്തുണ, അറബി ലോകത്തിന്റെ പിന്തുണ എല്ലാം തന്നെ സദ്ദാം ഹുസൈൻ ആയിരുന്നു എന്നോർക്കണം. പിന്നീടാണ് സദ്ദാം ഹുസൈൻ അമേരിക്കയുമായിട്ട് തെറ്റുന്നത് എന്നും നമ്മൾ ഓർക്കണം. എന്നിട്ട് പോലും ഇറാഖി സൈന്യത്തിനെതിരെ, അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിനെതിരെ പിടിച്ചു നിന്ന രാജ്യമാണ് ഇറാൻ എന്ന് ഓർക്കണം. അപ്പൊ ആ ഒരു സാഹചര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. അത് മാത്രമല്ല, ചരിത്രപരമായി ഇറാൻ എന്ന പ്രജയെ പൂർണ്ണമായി ഒരു രാജ്യവും കീഴടക്കിയിട്ടില്ല. അലക്സാണ്ടറുടെ പടയോട്ടമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് അലക്സാണ്ടർ അങ്ങ് പോയി. പിന്നീട് വീണ്ടും അത് ചിതറിപ്പോയി. അങ്ങനെ ചരിത്രത്തിന്റെ സഹസ്രാബ്ദങ്ങൾ നീളുന്ന പേർഷ്യൻ ചരിത്രത്തിൽ പലപ്പോഴും വലിയ ഒരു സിവിലൈസേഷണൽ പവർ ആയിരുന്നു ഇറാൻ.
അതിന്റെ ബാക്കി പത്രമാണ് ഇറാന്റെ ജനത. ഇപ്പോൾ പേർഷ്യൻ എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഒരു 60% വരും. മറ്റ് എത്നിക് വിഭാഗങ്ങളും എല്ലാം ചേർന്നതാണ് ഇറാനിയൻ ഒരു ദേശീയത എന്ന് പറയുന്നത്. മൾട്ടി കൾച്ചറൽ തന്നെയാണ് ഇറാന്റെ ദേശീയത. ആ ജനം ഏറെ പരിഷ്കാരങ്ങൾ, ഏറെ പരീക്ഷണങ്ങൾ, ഏറെ പുരോഗതി കണ്ട ഒരു ജനതയുമാണെന്ന് ഓർക്കണം. ഇന്നലെ പൊട്ടിക്കിളുത്ത് വന്ന ഒരു തകരയല്ല ഇറാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അവരുടെ ഭരണകൂടം, ഇപ്പൊ ഭരണകൂടം നിയന്ത്രിക്കുന്നതനുസരിച്ച് മാത്രമല്ലേ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ. 79 വരെ അവർ ഏറെ സ്വാതന്ത്ര്യം കണ്ടിരുന്നു. ഷാ ഭരണകൂടം എന്ന് പറയുമ്പോൾ മോണാർക്കി ആണെങ്കിലും അടിച്ചമർത്തലുകൾ ഉണ്ടെങ്കിലും പ്രതിയോഗികളെ അമർച്ച ചെയ്തുകൊണ്ട് ഭരിച്ചു എന്ന് പറയുമ്പോഴും അവിടെ ചില കാര്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം വളരെയധികം വ്യത്യസ്തമാണ്. പൂർണ്ണമായ ആവിഷ്കാര സ്വാതന്ത്ര്യം അവിടെ ഇല്ല എന്നത് ഒരു പരമമായ സത്യമാണ്. പക്ഷെ ഒരു പ്രത്യേക രീതിയിൽ ഒരു സാംസ്കാരികമായ പൈതൃകം, ഒരു ഇസ്ലാമിന്റെ സാംസ്കാരിക പൈതൃകം ഇന്ന് ഏറെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം എന്ന ഒരു സ്റ്റേറ്റസ് ആണ്, ഐഡന്റിറ്റിയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് ഇറാൻ ഇപ്പോൾ പറയുന്നത് ലോകത്തെല്ലാമുള്ള ഇസ്ലാമിന്റെ ഈ സാംസ്കാരിക സംരക്ഷണം ഒരു സിവിലൈസേഷണൽ യുദ്ധത്തിലേക്ക് യോഗം നീളുമ്പോൾ അത് ഇറാന്റെ കൈവശമാണ്. മറ്റെല്ലാ അറബി ഇസ്ലാമിക രാജ്യങ്ങളും എല്ലാം അവരുടെ സ്ഥാപിത താല്പര്യമനുസരിച്ച് അമേരിക്കയോടും ഇസ്രയേലിനോടും ഒളിഞ്ഞും തെളിഞ്ഞും സന്ധി ചെയ്ത് നിലകൊള്ളുമ്പോൾ ഞങ്ങൾ മാത്രം വ്യക്തമായ സാംസ്കാരിക നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് ഭരണകൂടം പറയുന്നത്. കുറെയൊക്കെ ആളുകളെ കൂടെ നിർത്താൻ കഴിയുന്നുമുണ്ട്, അത് വിസ്മരിക്കുന്നില്ല. അതുകൊണ്ടാണ് റെžീം ചേഞ്ച് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇസ്രയേലിന് കാര്യമായ ആക്രമണം ഇറാനുള്ളിൽ നടത്തി ഉന്നത നേതൃത്വത്തെ എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് നോക്കൂ, ഒരു ഫക്കിസാദ, ആണവ ശാസ്ത്രജ്ഞൻ ഫക്കിസാദയുടെ മരണം, ഖാസിം സുലൈമാനിയുടെ കൊലപാതകം അത് അമേരിക്കൻസ് ആണ് ചെയ്തത് എന്നത് വിസ്മരിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ ആണവ ശാസ്ത്രജ്ഞന്മാർ 10-17 പേരാണ് കൊല്ലപ്പെട്ടത്. സൈനിക ജനറൽമാർ, IRGCയുടെയും അല്ലാത്ത സൈന്യത്തിന്റെയും എല്ലാം ജനറൽമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം സാധിച്ചത് വേറിട്ട ഒരു സ്വരം ഇറാനുള്ളിലുണ്ട് എന്നതിന്റെ കൃത്യമായ സ്ഥിരീകരണമാണ്. ആ വേറിട്ടുള്ള സ്വരം എത്രത്തോളം ഒരു ഭരണ അട്ടിമറിക്ക് വേണ്ടി തയ്യാറാകും, അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ടിയാനൻമെൻ സ്ക്വയറിൽ കണ്ട പ്രതിഷേധമുണ്ട്. ഒരു 10-40 വർഷം മുൻപ് 1989 നമ്മളെല്ലാം വിചാരിച്ചു, ലോകം മുഴുവൻ വിചാരിച്ചു ചൈനീസ് യുവത്വം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ബെയ്ജിങ്ങിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ചൈനീസ് ഗവൺമെന്റിനെതിരെ പോരാടിയിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അത് ഡൈ ഡൗൺ ചെയ്ത് നമ്മൾ കണ്ടു. ആഴ്ചകൾ നീണ്ടു നിന്ന സംഘർഷം പെട്ടെന്ന് ചൈനീസ് ഗവൺമെന്റിന്റെ ക്രാക്ക് ഡൗണോടുകൂടി അത് അവസാനിച്ചു. പിന്നെ ഒന്നും തന്നെ അവിടുന്ന് കേട്ടിട്ടില്ല. ചൈന അഭംഗുരം മുന്നോട്ട് പോകുന്നു. ഇതുപോലെ ഒരു ക്രാക്ക് ഡൗൺ, ഇതിനകത്തൊരു പ്രക്ഷോഭം ഇറാനുള്ളിൽ ഉണ്ടെങ്കിൽ ഒരു ക്രാക്ക് ഡൗൺ ഉണ്ടാകാം. പക്ഷെ ഇപ്പോൾ ചൈനയിൽ നിന്ന് വിഭിന്നമായി ഇറാൻ ഒരു യുദ്ധ സാഹചര്യത്തിലാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ശ്രദ്ധ സിവിൽ ക്രാക്ക് ഡൗൺ എന്നതാണോ അതോ യുദ്ധം നേരിടുക, ഏറിയൽ ഡിഫൻസ് നേരിടുക എന്നതാണോ? ഇപ്പോൾ ഏറിയൽ ഫൗണ്ടിംഗ് ആണ് നടക്കുന്നത്. അതിനർത്ഥം ഗ്രൗണ്ടിലുള്ള എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തച്ചുടയ്ക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ മിസൈൽ ശേഖരം ഒളിച്ചു വെച്ചിരിക്കുന്ന തുരങ്കങ്ങളിൽ പോലും കടന്നു ചെന്ന് ആക്രമണം നടത്തി ആകെയുള്ള മിസൈൽ ശേഖരത്തിന്റെ 1/3 നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അത് ക്ലെയിം ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എന്നിരുന്നാലും ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് എന്നതും കാണാതിരിക്കരുത്. അതുകൊണ്ട് ഇറാന്റെ ശക്തിയെ തുച്ഛീകരിച്ച് കാണരുത്. പക്ഷെ ആത്യന്തികമായി പറയുന്നു, ഇറാൻ ഇപ്പോഴും ഒരു ആണവ ശക്തി അല്ല എന്നോർക്കണം. ഒരു ആണവ ശക്തിയായ ഇസ്രായേലിനോടാണ് പോരിടുന്നത്. ആണവശക്തിയും ആത്യന്തിക വൻ ശക്തിയുമായ അമേരിക്കയുടെ പിൻബലം ഇസ്രായേലിനുണ്ട്. അമേരിക്കയുടെ പിൻബലത്തെ മറികടന്നുകൊണ്ട് ഇറാന് എന്തായാലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല. പൂർണ്ണമായ ഒരു യുദ്ധവിരാമം നേടണമെങ്കിൽ അത് ഇറാൻ താണു കൊടുത്തുകൊണ്ട് മാത്രമേ. അത് പൂർണ്ണ പരാജയമാണോ, ഭരണമാറ്റമാണോ, അതോ നിർബന്ധിത കരാറാണോ എന്നതിൽ മാത്രമാണ് ഇപ്പോൾ സംശയം. അതുകൊണ്ട് എപ്പോഴും ഇസ്രായേലിന്റെ ഗ്രാഫിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല, അത് ന്യായത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും അഭിപ്രായമില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ മേൽക്കൈയുണ്ട്, അമേരിക്കയുടെ സഹായമുണ്ട്. അവർ വിചാരിക്കുന്ന വെസ്റ്റേൺ കോൺഗ്ലാമറേറ്റ് വിചാരിക്കുന്ന രീതിയിൽ ഈ കാര്യം പാൻ ഔട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത മണിക്കൂറുകൾ അതുകൊണ്ടാണ് കൃത്യമായ വളരെ നിർണായകമാകാവുന്ന മണിക്കൂറുകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ, ഇപ്പോൾ ഇറാഖിൽ കണ്ട പോലെ, 2003 ഇറാഖിൽ കണ്ടതുപോലെ ഒരു ഇൻവേഷൻ അത് ഇറാനിൽ പ്രതീക്ഷിക്കണോ? ഇപ്പോൾ ഒരു റെഷീം ചേഞ്ച് എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒരു ഏരിയൽ സ്ട്രൈക്കിലൂടെ മാത്രം അത് സാധ്യമാവില്ല എങ്കിൽ, ഇപ്പോൾ അമേരിക്ക കൂടി ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ, നമ്മൾ ഇറാഖിൽ കണ്ടതിൻ്റെ ഒരു ആവർത്തനം
അങ്ങനെ ഒരു ദുരന്തം നമ്മൾ കാണേണ്ടി വരും. വെച്ചാൽ അതൊരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഒരുപാട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ട, ഒരുപാട് മനുഷ്യരെ പലായനം ചെയ്യിച്ച, ഇപ്പോഴും ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാമിറ്റിയിലേക്കാണ് അത് എത്തിയത്. അത് അവിടേക്കൊക്കെ നമ്മൾ ഭയക്കണം. ഒരിക്കലും ഉണ്ടാവില്ല ശ്രീ രാജീവ്. കാരണം അത് ഇറാന്റെ ഒരു ഭൂമിശാസ്ത്രം അറിയാവുന്ന ആരും പറയില്ല ഇറാനെ പൂർണ്ണമായി ഒരു കരയുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താം എന്ന്. ഇറാഖ് പോലെ അല്ല ഇറാൻ എന്ന് ഓർക്കണം. ഒന്ന് പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയാണ് ഇറാൻ. പേർഷ്യ എന്ന പേര് തന്നെ ഇറാനാണല്ലോ. അപ്പൊ ഇറാന്റെ പള്ളയിൽ ഇറാന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണല്ലോ, കടലിടുക്കാണല്ലോ പേർഷ്യൻ ഗൾഫ്. ആ മേഖലയിൽ ഇറാന്റെ നാവികസേന വളരെ സജീവമാണ്, സാമാന്യം ശക്തമാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളോട് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ ഇറാന് ആത്യന്തികമായി കഴിയില്ലായിരിക്കാം. അപ്പൊ കരയുദ്ധത്തിലേക്ക് നീങ്ങണമെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ഇറാന്റെ തെക്കൻ തുറമുഖങ്ങളിലേക്ക് അമേരിക്കൻ മറീനുകളെ വിന്യസിക്കുകയും അങ്ങനെ തെക്കൻ കടലുകളിലൂടെ, അതായത് ഇറാന്റെ തെക്കൻ തുറമുഖങ്ങളിൽ നിന്നും ആക്രമണം സംഭവിക്കുകയും ചെയ്യണം. പക്ഷെ ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് വടക്കൻ മേഖലയാണ്. കാസ്പിയൻ കടലിനോട് ചേർന്ന ഇറാൻ ഒരു കടലുണ്ട് വടക്ക് ഭാഗത്ത് എന്നോർക്കണം. അത് റഷ്യയിലേക്കും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലേക്കും, അർമീനിയ, അസർബൈജാൻ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, അവിടേക്കെല്ലാമുള്ള കവാടമാണ് ആ ഒരു വടക്കൻ കടലുകൾ. അവിടെയും തുറമുഖങ്ങളുണ്ട്. അതിനോടടുത്താണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും. അല്ലാതെ പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന മേഖലയിലല്ല. അപ്പോൾ ടെഹ്റാൻ പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് അസാധ്യമായ കാര്യമാണ്. പിന്നെയുള്ള ഓപ്ഷൻ ഏറിയലി അതിഭയങ്കരമായ ബോംബാർഡ്മെന്റിലൂടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം തകർത്ത് കഴിഞ്ഞതിന് ശേഷം പാരച്യൂട്ടുകളിൽ ഭടന്മാർ വന്നിറങ്ങുകയാണ്. അമേരിക്കൻ മറീനുകളോ അല്ലെങ്കിൽ ഇസ്രായേലി കമാൻഡോകളോ വന്നിറങ്ങുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോഴാണ് വലിപ്പം ഒരു വലിയ കാര്യമാണ്. ഹ്യൂജ് കൺട്രി. ഇറാൻ ഈസ് ലോകത്തെ 18ാമത്തെ വലിയ രാജ്യമാണ്. അതായത് ജനസംഖ്യ കൊണ്ടല്ല, മറിച്ച് ഭൂമി കൊണ്ട്. അവന് വലിയൊരു ഭൂമിയുടെ ഉടമയാണ്. അത് മാത്രമല്ല മൗണ്ടനസ് റീജിയൻ ഉണ്ട്. ഈ പ്രതിരോധം തീർക്കാൻ വേണ്ടി വടക്കൻ കടലുകളെ തെക്കോട്ട് തിരിക്കുന്ന മൗണ്ടൻസ് ഉണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഭൗമ സാഹചര്യങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ ഇറാനെ പൂർണ്ണമായി കീഴടക്കുന്നതിൽ നിന്നും മറ്റ് ശക്തികളെ തടയുന്നു. അതുകൊണ്ടാണ് ഇറാഖിൽ സംഭവിച്ചതുപോലെ, ലിബിയയിൽ സംഭവിച്ചതുപോലെ, അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെ ഒരു കമാൻഡോ ഓപ്പറേഷനോ സൈനിക നീക്കമോ ഒന്നും കൊണ്ട് ഇറാനെ പൂർണ്ണമായി ആ വഴി പറ്റില്ല. പിന്നെ ഒക്കുന്ന ഏക മാർഗം നേരത്തെ സൂചിപ്പിച്ച മാർഗമാണ് ആഭ്യന്തരമായി ഒരു ടേക്ക് ഓവർ, മിലിറ്ററി ടേക്ക് ഓവർ, ജുൻത അധികാരത്തിൽ വരുന്ന ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഭ്യന്തരമായി അസംതൃപ്തി ആളിക്കത്തിച്ചുകൊണ്ട്. അത് നമ്മൾ കണ്ടതാണ്. പല മുല്ലപ്പ് വിപ്ലവമൊക്കെ നമ്മൾ കണ്ടതല്ലേ. മുല്ലപ്പ് വിപ്ലവം വടക്കൻ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും, ടുണീഷ്യ, അൾജീരിയ, ഈജിപ്റ്റ്, ലിബിയ, ഇവിടെയൊക്കെ ഉണ്ടായ ഭരണമാറ്റങ്ങൾ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ മറ്റൊരു ജാസ്മിൻ റവല്യൂഷൻ, അല്ലെങ്കിൽ മറ്റൊരു വിപ്ലവം, പ്രതിവിപ്ലവം, ഇസ്ലാമിക് വിപ്ലവത്തിന് ബദലായ ഒരു പ്രതിവിപ്ലവത്തിലൂടെ 46 വർഷത്തിന് ശേഷം ഈ സംവിധാനം, ഇറാന്റെ സംവിധാനം അട്ടിമറിക്കാനാവുമോ എന്നതിലേക്ക് കൂടിയാണ് ചിന്തകൾ പോകുന്നത്. അതുകൊണ്ട് ഒരു കരയുദ്ധം ഈ ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കരയുദ്ധത്തിൽ ഒരു തീരുമാനമാകാൻ ആവുകയുമില്ല. അതുകൊണ്ട് വ്യോമാധിപത്യം മാത്രമാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇപ്പോൾ സാധ്യമാക്കുന്നത്. അവർ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആഭ്യന്തരമായി ചേഞ്ചസ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. എന്ത് വന്നാലും ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു കൂട്ടം ഉടമ്പടിയിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ ഭരണമാറ്റം, അല്ലെങ്കിൽ ഒരു കീഴടങ്ങൽ, അല്ല എങ്കിൽ ഒരു നീക്കുപോക്ക്. ഇതിലേതാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. റൈറ്റ്. ഡോക്ടർ മോഹൻ വർഗീസ്, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. അമേരിക്കയുടെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും, അതിൻ്റെ ആഘാതം എത്രയായിരിക്കും, ഇറാൻ ഏത് വിധത്തിലായിരിക്കും അതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ വളരെ പ്രധാനമാണ്. വരുന്ന മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലും നമുക്ക് കാത്തിരിക്കാം ഏത് വിധത്തിലാണ് ഈ ഇസ്രായേൽ തുടങ്ങി വച്ച ഈ ആക്രമണം, ഇറാൻ്റെ പ്രത്യാക്രമണം, ഇതൊക്കെ ലോക ഭൂപടത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത്, മനുഷ്യ ജീവിതങ്ങളിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇൻസൈഡിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.